അവളുടെ നഗ്നമേനിയിലേക്ക് അവൻ ആർത്തിയോടെ ഞെരിഞ്ഞമരുമ്പോൾ കണ്ണുകൾ ഇറുക്കിയടച്ച് സങ്കടങ്ങൾ ചുണ്ടിൽ കടിച്ചമർത്തി കിടന്നു അവൾ. ഒന്നെതിർക്കാൻ പോലും ത്രാണിയില്ലാതെ അവളിലെ പൂർണ്ണത ആസ്വദിക്കുമ്പോൾ ഇടയ്ക്കിടെ ആവേശത്തോടെ അവൻ പറഞ്ഞത്, "നീ വല്ലാത്തൊരു മോഹമായിരുന്നു" എന്നായിരുന്നു. കാലിന് മുടന്തുള്ള പിച്ചക്കാരിയായ അവൾ അവന് മുന്നിൽ പലപ്പോഴും കൈനീട്ടുമ്പോൾ അവൻ നീട്ടിയ 100 നോട്ടുകൾക്ക് അവളുടെ ശരീരത്തിൻ്റെ വിലയുണ്ടായിരുന്നു എന്നവൾക്ക് മനസ്സിലായ ദിവസമായിരുന്നു അന്ന്. സ്വന്തം പിതാവിനാൽ ഗർഭിണിയാകേണ്ടി വന്ന പെണ്ണുപെറുമ്പോൾ അവൾക്ക് പ്രായം 14 ആരുമറിയാതെ മറച്ചുവെച്ച അമ്മ സ്വന്തം കുഞ്ഞിനെ കാണാൻ പോലും സമ്മതിക്കാതെ ഒരു ഭ്രാന്തിയിലേക്ക് അവളെ തള്ളിവിടുമ്പോൾ സ്വന്തം കുഞ്ഞിനെ ഒരു നോക്ക് കാണാനുള്ള ആർത്തിയായിരുന്നു അവളിൽ. ഇരുട്ടുമുറിയിൽ അമ്മ നീട്ടുന്ന ആഹാരങ്ങൾക്ക് വേണ്ടി മാത്രം തുറക്കപ്പെട്ടിരുന്ന വാതിൽ 3 ദിവസമായി തുറക്കാതിരുന്നപ്പോൾ പിന്നെ ആരോ പൂട്ടിയ വാതിൽ തുറന്ന് പുറത്തേക്ക് എത്തിക്കുമ്പോൾ ആരോ പറയുന്നത് മാത്രം അവളുടെ കാതിലെത്തി, "ആ സ്ത്രീ അയാളെ വെട്ടിക്കൊന്ന ശേഷം തൂങ്ങിയതാ. എത്രാന്ന് വെച്ചാൽ സഹിക്കുക." അവിടെ ആകെ പരന്ന ചീഞ്ഞ നാറ്റം അമ്മയുടെയും അച്ഛൻ്റെയുമാണെന്ന് തിരിച്ചറിയുമ്പോൾ അവൾക്ക് പ്രായം 18 പൂർണ്ണമായൊരു ഭ്രാന്തിയും. പിന്നീടുള്ള വർഷങ്ങൾ മനോനില തെറ്റിയവൾക്കൊപ്പം ജീവിച്ചു തീർക്കുമ്പോൾ മനസ്സിൽ ഒരു നോക്ക് കാണാൻ കഴിയാത്ത കുഞ്ഞിൻ്റെ മുഖത്തെ വരഞ്ഞെടുക്കുകയായിരുന്നു അവൾ. ഒടുക്കം അവിടെ നിന്നിറങ്ങുമ്പോൾ ചാർത്തിക്കിട്ടിയ ഭ്രാന്തി എന്ന പേര് ജീവിക്കാൻ വിലങ്ങുതടിയായപ്പോൾ സ്വയം തിരഞ്ഞെടുത്തതായിരുന്നു ഒരു പിച്ചക്കാരിയുടെ വേഷം. അന്നൊക്കെ പലപ്പോഴും കാണുന്ന ഒരുത്തൻ ചില്ലറയ്ക്ക് പകരം 100 നോട്ടുകൾ മുന്നിലേക്ക് നീട്ടുമ്പോൾ അതിനു പിന്നിൽ ഒരു ചതിയുടെ മണം അറിഞ്ഞിട്ടില്ലവൾ. എന്നോ നഷ്ടപ്പെട്ട മകനെ അവൾ അവനിൽ കണ്ടപ്പോൾ മാംസളമായ ഒരു മേനി മാത്രമായിരുന്നു അവൻ അവളിൽ കണ്ടത്. "മോന് നല്ലത് വരും" എന്നു പറയുന്ന അവളെ ചുണ്ടു നനച്ചവൻ നോക്കുമ്പോൾ സാരിക്കുള്ളിൽ തെളിഞ്ഞ മാരടങ്ങളിലായിരുന്നു കണ്ണുകൾ. മോനെപ്പോലെ കരുതിയവൻ മുന്നോട്ടൊരു വിളക്കാകുമെന്ന് കരുതിയപ്പോൾ അവൻ്റെ വാക്കുകളിൽ കാപട്യമുണ്ടെന്നറിഞ്ഞത് അവൻ്റെ വീടിൻ്റെ വാതിൽ അവൾക്ക് മുന്നിൽ അടഞ്ഞപ്പോളായിരുന്നു. അമ്മയുടെ പ്രായമുള്ള ഒരുവളെ ആവേശത്തോടെ ഭോഗിക്കുമ്പോൾ അവളുടെ "മോനെ" എന്ന നേർത്ത വിളി അവൻ കേട്ടില്ല. എല്ലാം കഴിഞ്ഞവൻ അവളെ പുറത്തേക്ക് തള്ളിവിടുമ്പോൾ പുറത്തു നിന്നിരുന്ന ആളെ അവളൊന്ന് നോക്കി. അയാളുടെ നോട്ടം അവളിലേക്ക് കൂടുതൽ ആഴ്ന്നിറങ്ങുമ്പോൾ ഒരിക്കൽ കൂടി ചതിക്കപ്പെടാതിരിക്കാൻ അവൾ ആവുന്നതുപോലെ പുറത്തേക്കോടി. വീടിനകത്ത് സോഫയിൽ ഒരു പെണ്ണിനെ അറിഞ്ഞ ആലസ്യത്തിലിരിക്കുന്നവനെ അയാൾ പുച്ഛത്തോടെ നോക്കി. പിന്നെ ദേഷ്യത്തോടെ അകത്തേക്ക് കയറി കയ്യിൽ കുറച്ച് ഡ്രസ്സുമായി പുറത്തേക്ക് പോകുന്നു. ഒറ്റ വാക്കിലെല്ലാം ഒതുക്കി അവൻ്റെ കയ്യിൽ ഒരു കവർ നൽകി അയാൾ പുറത്തേക്ക് നടക്കുമ്പോൾ അവൻ ആ കവർ പതിയെ തുറന്നു നോക്കി. ഒന്നിൽ പുഞ്ചിരിച്ചു നിൽക്കുന്ന അവനും മറ്റൊന്നിൽ 15 വയസ്സുള്ള ഒരു പെണ്ണും ഉണ്ടായിരുന്നു. ആ മുഖം അവന് പരിചിതമായതുകൊണ്ടാവാം അന്നവൻ ഉറങ്ങിയില്ല. പിറ്റേ ദിവസം ആ വീടിനു മുന്നിൽ ആളുകൾ നിറയുമ്പോൾ ആരോ പറയുന്നുണ്ടായിരുന്നു, "ആത്മഹത്യയാണ്, കാര്യം എന്താണെന്നറിയില്ല" എന്ന്. അതേസമയം സമീപത്തെ റെയിൽവേ ട്രാക്കിൽ ഒരു സ്ത്രീയുടെ ജഡം ചിതറിയിരുന്നു. ആരോ പറഞ്ഞു അതാ പിച്ചക്കാരിയാണെന്ന്. പക്ഷേ അതൊരു വിശ്വാസത്തിൻ്റെ മരണം കൂടെയാണെന്ന് ആരും അറിഞ്ഞില്ല. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.